നമ്മളൊരു പുതിയ ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഈ ഡ്രാമയുടെ പേര് ലവ് ഫോർ യു എന്നാണ്. നല്ല അടിപൊളി ഡ്രാമ കേട്ടോ. ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഉടനെ തന്നെ ഈ ഡ്രാമ ചെയ്യുന്നത്. ഇതൊരു ഓൺഗോയിങ് ഡ്രാമയാണ്. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാ കുട്ടികളും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ ഡ്രാമയിലേക്ക് പോവാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ചെന്നിനെ ആട്ടോ. അവൻ്റെ പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് അവനുള്ളത്. ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റിനെയാണ് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ആ ഡോക്ടർ അവനോട് പറയാണ്, കഴിഞ്ഞു പോയതൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് ഇനി നീ നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല, അതിൽ നിന്ന് നീ കടന്നു വന്നേ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുക. ഇവൻ്റെ പാസ്റ്റിൽ ഇവൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇവനെന്തോ റൗഡി ഗ്യാങ്ങിലൊക്കെ ആയിരുന്നു തോന്നുന്നു. അതൊക്കെയാണെങ്കിൽ ഇവനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുമ്പോഴത്തേക്കിനും നീ അതിൽ നിന്നൊക്കെ ആണെങ്കിൽ മറക്കണം. നിന്റെ ഹെൽത്തിനും നിന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടാവില്ലേ, നീ ഇഷ്ടപ്പെടുന്ന ആ ഒരാൾക്ക് വേണ്ടിയെങ്കിലും നിന്റെ പാസ്റ്റ് എല്ലാം നീ മറന്ന് ഇനി മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നുണ്ട്. ഇപ്പൊ നായികയായ നമ്മുടെ മിയാനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ സിറ്റിയിലോട്ടാണെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. വരുന്ന വഴിക്ക് മൊത്തം അവൾ ആലോചിക്കുന്ന മൊത്തം നമ്മളെ ഹീറോ പറ്റിയാണ്. നിന്നെ ഞാൻ എത്ര നാളായി ചെൻ കണ്ടിട്ട് എന്നൊക്കെയാണ് ആലോചിച്ചുകൊണ്ട് വരുന്നത്. അവളാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. കുറേ പേരാണെങ്കിൽ മാം മാം നിങ്ങളെ ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമാണെങ്കിൽ അവൾ സെലക്ട് ചെയ്യുക, നിങ്ങൾ എന്നെ കൊണ്ടുവിട്ടാൽ മതി എന്നും പറഞ്ഞ്. അങ്ങനെ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ എന്താ ഫസ്റ്റ് ടൈം ആണ് ഈ നാട്ടിലോട്ട്, കണ്ടിട്ടേ ഇല്ല, അതാ ഞാൻ ചോദിച്ചത് പറയുമ്പോഴത്തേക്കിനും നീ എന്നെ കണ്ടിട്ടേ ഇല്ല, നമ്മൾ ഇതിനു മുമ്പേ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നാണെങ്കിൽ പറയുമ്പോൾ അതിനൊന്നും ഒരു ചാൻസ് ഇല്ല, നിങ്ങളെപ്പോലെ ഇത്ര സുന്ദരമായിട്ടുള്ള പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടാനോ, എന്നാലും നിങ്ങൾ എവിടെയോ കണ്ട പോലെ എനിക്കുണ്ട്, എന്താ നമ്മൾ ശരിക്കും ഇതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് വെക്കുമ്പോൾ നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ല, ഞാനാ മിയോ. അയ്യോ അത് നീയായിരുന്നോ, എനിക്ക് മനസ്സിലായില്ല, നീ മൊത്തത്തിൽ മാറിയെന്ന് പറയുമ്പോഴത്തേക്കിന് നീയും കൂടി മാറിപ്പോയി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പഴയതുപോലെ തന്നെ എന്ന് നമുക്ക് പറയും. ഇവർക്ക് രണ്ടുപേർക്ക് പരസ്പരം നേരത്തെ അറിയാൻ തോന്നുന്നു. ഇവളാണെങ്കിൽ എന്നിട്ട് വീട്ടിൽ കൊണ്ടുവിടുകയാണ്. അവൾ കയറി പോകുന്നതിന് മുമ്പ് ചെറുക്ക് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ വന്ന കാര്യം ചെന്നിന് അറിയുമെന്ന്. അതിനൊരു മറുപടിയും പറയാതെ അവൾ നേരെ വീടിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിനും അത് ലോക്കായിരിക്കും. അവളുടെ കീ ഒന്നുമല്ല തോന്നുന്നു. ആ ലോക്കൊക്കെ ആണെങ്കിൽ തല്ലിപ്പൊട്ടിച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. വീട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. അവൾ നേരെ അവളുടെ റൂമിലോട്ട് പോവാണ്. അവിടെ ആണെങ്കിൽ ഒരു ഡ്രോയിങ് കണ്ടത്. അവൾ പാസ്റ്റ് നടന്ന ചില കാര്യങ്ങൾ ആലോചിച്ച് നോക്കാണ്. നമ്മുടെ മിയോ ആണെങ്കിൽ ചെന്നിന് അവൻ്റെ അച്ഛനും വേണ്ടിയിട്ട് അങ്ങാണ്ടാണ് ഈ ഡ്രോയിങ് വരച്ചത്. അത് കണ്ടത് നമ്മുടെ ഹീറോൻ്റെ അച്ഛനാണെങ്കിൽ ഹായ് നല്ല രസമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കുക. പക്ഷെ കുഞ്ഞു ഹീറോക്കാണെങ്കിൽ ഇവള് വരച്ചതിനോട് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതുപോലെയൊക്കെയാണ് നോക്കുന്നത്. ഇതൊക്കെ അവൾ ആലോചിച്ച് നോക്കിയിട്ട് അവൾ അവളുടെ റൂമിൽ ഉണ്ടെന്ന ചില സാധനങ്ങളൊക്കെ ആണെങ്കിൽ എടുത്ത് മാറ്റാണ്. അപ്പോൾ അവളാണെങ്കിൽ ഒരു സ്റ്റാച്ചു എടുക്കുന്നുണ്ട്. അതും അവിടെ എടുത്ത് വെക്കുക. ഇപ്പൊ നമ്മുടെ ചെന്നിനെയാണ് അടിക്കുന്നത്. ഇവനാണെങ്കിൽ ഒരു ഗെയിമിംഗ് സെന്റർ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന കെണ്ണെന്ന് പറഞ്ഞ ഒരുത്തനാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ താഴെ ആ ഡ്രാഗന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവന്മാരാണെങ്കിൽ ഒരു സ്കൂൾ കൊച്ചിനെ ചുമ്മാ ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. ഹീറോ ആണെങ്കിൽ നേരെ താഴോട്ട് വന്നിട്ട് അവരോട് പറയാ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറയുമ്പോൾ അവന്മാർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കണം എന്ന് വെച്ച് നടക്കുക കേട്ടോ. അവൻ വന്നിട്ട് ചോദിക്കുക, എന്താ നിനക്കെന്താ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുമ്പോഴത്തേക്കിനും കെന്നും പറയാണ്, എൻ്റെ ബോസിന് സ്കൂൾ പിള്ളേരെ ഉപദ്രവിക്കുന്ന അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോഴത്തേക്കിനും സ്കൂൾ പിള്ളേരെ ഉപദ്രവിക്കുന്ന ഇഷ്ടമല്ല, ഏത് സ്കൂൾ കുട്ടീനെ പറയുന്നത്, പണ്ട് എവിടെ ഉണ്ടായിരുന്ന ആ പെങ്കൊച്ചിനാണോ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഹീറോയിനെ പറ്റിയാണ് ഇവന്മാർ പറയുന്നത്. ഇത് കേട്ടത് ചെന്നിന് നല്ല ടെൻഷനായിട്ട് നേരെ അവന്റെ മുന്നിൽ വന്നിട്ട് ഒന്നും മിണ്ടാതെ നോക്കി പേടിപ്പിക്കുക കേട്ടോ. നീ എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് പറഞ്ഞിട്ട് കത്തി കട്ടി വരട്ടാന്ന് വെച്ചാ ഹീറോ ആണെങ്കിൽ ആ കത്തി തന്നെ പിടിച്ച് അവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ രക്തം വരെ വരുന്നുണ്ട്. ഇവൻ ഇതേ നിൽക്കുന്ന കണ്ടിട്ട് ഓപ്പോസിറ്റ് നിന്നവന്മാർക്കാണെങ്കിൽ പേടിയായിട്ട് സോറി ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നിട്ട് അവന്മാരാണെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ചെന്നിൻ്റെ അടുത്താണ് ഈ കെന്നി വന്നിട്ട് ഇത് ഷാങ് തന്നെ വിളിക്കുന്നുണ്ട് പറയുമ്പോൾ കോൾ കട്ടാക്കിയതെന്ന് പറയും. ഇല്ല ഞാൻ ഓൾറെഡി കോൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ആ വിളിച്ചവനാണെങ്കിൽ പറയുന്നത് വെച്ചാൽ ഷോക്കർ ഗെയിം ആണെങ്കിൽ നടക്കുന്നുണ്ട്, നീ എനിക്ക് ടീമായിട്ട് നിന്ന് കളിക്കാവോ, എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നീ ഒന്ന് വന്ന് കളിക്കുമെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും സോറി ഞാൻ ഈ ഗെയിംസ് ഒക്കെ കളിക്കാതായിട്ട് കുറേ നാളായി, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കോള് കേട്ടേക്കോ കേട്ടോ. ഇത് കേട്ട് മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ഷാങ്കോ അത് വലിയ ബിസിനസ് മാൻ അല്ലേ, അയാളെപ്പോഴും ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ബോസിന് കണക്ഷനൊക്കെ ഉണ്ട്, ഇത്രയും വലിയ ആളായിട്ട് ബന്ധങ്ങൾ പുലർത്തിയിട്ടുള്ള നമ്മുടെ ഹീറോ പറ്റി ആ വന്നവന്മാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു, ആ ഷാങ്കുമായിട്ട് നമുക്ക് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഗുണ്ടകളൊന്നും ഇങ്ങോട്ട് കയറി വരില്ലായിരുന്നു എന്നൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. കെന്നാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് ഷാങ് ആണെങ്കിൽ നമ്മൾ കുറേ വട്ടം വിളിച്ച് ഇനിയും പോവാതിരുന്നത് ശരിയാവില്ല, ഇനി വിളിച്ചാൽ എന്താ പറയണമെന്ന് വെക്കുമ്പോൾ ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞേര് എന്നും പറഞ്ഞോണ്ടേ ഇവൻ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് വീട് ഓൾറെഡി തുറന്നു കിടക്കുന്ന കാണും കേട്ടോ. പയ്യെ കയറി നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മിയോനെ കാണുക. ഇവളെ കണ്ടത് അവനാണെങ്കിൽ ഇങ്ങനെ ഷോ ഒക്കെ ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം കാണിക്കുക കേട്ടോ. ഇവനാണെങ്കിൽ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾക്കിടയിൽ നടന്നതൊന്നും റിയൽ അല്ല, അതുകൊണ്ട് ഇനി നീ എൻ്റെ കണ്ണുമ്പിൽ പോലും വന്നു പോകരുത്,
എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ബാ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബാ കഴിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഫസ്റ്റ് അവളോട് ചോദിക്കുന്നത് നീ എന്തിനാ തിരിച്ചിങ്ങോട്ടേക്ക് വന്നേന്നാട്ടോ. എന്താ എനിക്ക് ഈ വീട്ടിൽ വന്നൂടെ, ഞാനിവിടെ 10 വർഷത്തിന് മേലെ താമസിച്ചിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ട വീട് ഇത് എന്നാണ് ഈ പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഇവർക്കിടയിൽ എന്താ ബന്ധം, ഇവർക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ പാസ്റ്റിലോട്ട് പോവാണ്. നമ്മുടെ മിയ കുഞ്ഞു പെണ്ണായിരിക്കുമ്പോഴാണ് ഈ നാട്ടിലോട്ട് വരുന്നത് കേട്ടോ. അവളും അവളുടെ അമ്മയായിരിക്കും വന്നത്. ബസ്സിൽ വരുമ്പോഴത്തേക്കിന് ഇവളുടെ ടിക്കറ്റ് എടുക്കാൻ പോലും ആ ലേഡിയുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇവൾ ഒളിപ്പിച്ച് നിർത്തിയൊക്കെയായിരുന്നു. പക്ഷെ കണ്ടക്ടർ കറക്റ്റായിട്ട് പോക്കും കേട്ടോ. ഈ കൊച്ചിന് ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണെന്ന് പറയുമ്പോഴത്തേക്കിന് മിയോന്റെ അമ്മയാണെങ്കിൽ ഇവളെന്റെ മടിയിലല്ലേ ഇരിക്കുന്ന, പ്ലീസ് ഒന്ന് ഞങ്ങളെ വെറുതെ വിട്ടേര് എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചതും ആ കണ്ടക്ടർ ഇവരെ വെറുതെ വിട്ടിട്ടുണ്ടാവും. തെന്നിനെ ഇപ്പൊ കാണിക്കാട് അവനും ചെറുതായിരിക്കാലോ, അവനും അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഈ കട്ടെടുക്കലാണ് മെയിൻ പരിപാടി കേട്ടോ. അപ്പൊ ഒരു മുത്തശ്ശിനെ കണ്ടത് എടാ നമുക്ക് ഇവരെ പോക്കറ്റ് ഇടിച്ചാലോ എന്നാണ് ചോദിക്കുമ്പോ അപ്പൊ ചെന്നാണെങ്കിൽ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അവരെ കണ്ടാലറിയാം അവര് പാവപ്പെട്ടവരാണ്, നമ്മളൊരിക്കലും പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ച് മാറ്റാൻ പാടില്ല, പണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ച് മാറ്റണം, അതാണ് നമ്മുടെ പോളിസി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ഫ്രണ്ട് എടാ വാടാ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു, വീട്ടിൽ മീനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ ഒന്നും വരുന്നില്ല, എൻ്റെ വീട്ടിൽ മീനൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഉണ്ടാക്കിയതൊന്നല്ല, എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ലേഡീനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവർ വീട്ടിലോട്ട് വരിക, ഇനി അവരും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നതെന്നൊക്കെ കേട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കറക്റ്റ് നമ്മുടെ ഹീറോയിൻ അവിടെ വന്ന് ഇറങ്ങുക. ഇവളുടെ ലുക്കൊക്കെ ആണെങ്കിൽ കണ്ടിട്ട് ഇവന്മാരാണെങ്കിൽ വിചാരിക്കുന്നത് ഇവള് ഭയങ്കര പണക്കാർ വീട്ടിലേത് പെങ്കൊച്ചാണ്, അതുകൊണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കട്ടെടുക്കാൻ പറഞ്ഞിട്ട് ഇവന്മാർ പ്ലാൻ ചെയ്യാണ്. ചെന്നിൻ്റെ ഒരു ഫ്രണ്ട് ആയിരിക്കും ആദ്യം ഇവളുടെ അടുത്ത് വന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് വെറുതെ അവളെ ദേഷ്യപ്പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചെന്നങ്ങോട്ട് വന്നിട്ട് എടാ എന്തുവാടി ചെയ്യുന്നത്, ഇതെന്റെ സിസ്റ്റർ നീ പൊയ്ക്കോ പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ടിനെ തന്നെ അവൻ വിരട്ടി വിടുന്ന പോലെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നടക്കുന്നു വയ്ക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. നിങ്ങളെന്താ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് നിൽക്കും, അതെ ഞാനത് ആദ്യമായിട്ടാണ് ഈ നാട്ടിലോട്ട് വരുന്നത്, എവിടെ താമസിക്കുന്നത് വയ്ക്കുമ്പോഴത്തേക്കിന് ഇതുവരെ താമസ സ്ഥലമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഇനി വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ അമ്മയുണ്ട് ഇവിടെ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഹീറോയിൻ്റെ അമ്മേനെയാണെങ്കിൽ ചെന്നി കാണുക കേട്ടോ. ഇത് കണ്ടത് അവന് കാര്യം മനസ്സിലായി, തൻ്റെ വീട്ടിലോട്ട് ഇന്ന് വരാൻ പോകുന്നത് ഇവർ രണ്ടുപേരാണ്, കാരണം അച്ഛൻ്റെ ചാറ്റിലാണെങ്കിൽ ഇവരെ ഫോട്ടോ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് വരുന്നതിനോട് ചെന്നിന് തീരെ താല്പര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ അവളെ കിട്ടിയതും അവളുടെ ബാഗാണെങ്കിൽ ഇവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ അങ്ങ് പോവുകയും ചെയ്യും. അപ്പത്തേക്കിന് അവളുടെ അടുത്താണെങ്കിൽ അമ്മ വന്നിട്ട് നമുക്ക് അഡ്രസ്സ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ ചെന്നിന്റെ വീടിന്റെ മുന്നിലെത്താണ്. കയറുന്നതിന് മുമ്പ് അവളോട് ഞാൻ പറഞ്ഞതെന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആ അമ്മ എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്, ചെന്നിന്റെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പെരുമാറാൻ പാടില്ല, ചെന്നായിട്ട് അടികൂടാൻ പാടില്ല, പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ആയി കഴിയുമ്പോൾ നമുക്ക് വേറെ വീടെടുത്ത് താമസിക്കാന്നല്ലേ എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരകത്തോട്ട് കയറുന്നത്. ഇവരിവിടെ വന്നത് ആ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവാം നമ്മുടെ ഹീറോയിൻ്റെ കേട്ടോ. അവരൊക്കെ ആണെങ്കിൽ അവിടെ ഇരുത്തുന്നു. പിന്നെ ഹീറോയിൻ്റെ റൂമിലായിരിക്കും ഹീറോയിൻ ഇനി കടന്നുറങ്ങുന്നുണ്ട്. മോക്ക് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ബെഡൊക്കെ ഞാൻ ഇവിടെ ഇട്ട് തരാട്ടോ എന്നൊക്കെയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചെന്നകത്തോട്ട് കയറി വരിക. ഇവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയ സാധനങ്ങളൊക്കെ വിറ്റിട്ട് അവനാണെങ്കിൽ കുറേ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ടാണ് വരുന്നത്. ചെന്നിനെ കണ്ടത് അച്ഛനാണെങ്കിൽ ഇതാണ് എൻ്റെ മോനെന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും പരിചയപ്പെടുത്തുക കേട്ടോ. എൻ്റെ മോളും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്കിനും പാവം മീയോ ആണെങ്കിൽ എന്തെടുത്ത് കൊടുക്കാനാ, അവളാണെങ്കിൽ ഒരു ഡ്രോയിങ് കാണിച്ച് കാണും. ഇത് കണ്ടത് ഭയങ്കരമായിട്ട് സന്തോഷമാവട്ടോ. അമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ആ ഗിഫ്റ്റ് എന്തെന്ന്. ഇവിടത്തു നിന്നും പറയാതെ ഇവൻ അടിച്ചോണ്ട് പോയ കാര്യമാണെങ്കിൽ പിന്നെ പറയാട്ടോ. ഇതമ്മ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്തായാലും നീ അവൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ ഒന്നും പറയാതിരുന്ന നന്നായി, ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. പിന്നെ അധിക കാലം നമുക്കിവിടെ നിൽക്കേണ്ടതായിട്ടൊന്നും വരില്ല, അമ്മയ്ക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ, അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വേറെ വീടൊക്കെ എടുത്ത് താമസിക്കാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിയോ ചോദിക്കുന്നുണ്ട് ചെന്നിൻ്റെ അച്ഛന് അമ്മ കല്യാണം കഴിക്കാൻ പോവാണോ എന്ന്. അപ്പോഴത്തേക്കിനും അവന് ചിരിച്ചിട്ട് പറയുക അങ്ങനെയൊന്നുമില്ല, ഒരു ഫാമിലി ആയിട്ട് നിൽക്കണമെങ്കിൽ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല, അത് നിനക്ക് വലുതാകുമ്പോൾ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ചെന്ന അങ്ങോട്ട് കയറി വരും. ഇവനെ കണ്ടത് മോളെ ഇവിടെ ഇക്കട്ടോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. ചെന്നിനാണെങ്കിൽ മീനെ തീരെ പിടിച്ചിട്ടില്ല, പറഞ്ഞിട്ട് അവൻ്റെ റൂമും കൂടി ഇപ്പോൾ ഷെയർ ചെയ്യേണ്ട വന്നില്ല. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവർ രണ്ടുപേരുടെ ഇടയിലാണെങ്കിൽ ഒരു കർട്ടനൊക്കെ ആണെങ്കിൽ വെച്ചിട്ട് ഇതിൻ്റെ അപ്പുറം നീ താണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാൺ ചെയ്തിട്ട് ഒരേ ഒരു ഫാനേ ഉണ്ടാവുള്ളൂ, അതാണെങ്കിൽ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവനാണെങ്കിൽ അവൻ്റെ സൈഡിലോട്ട് മാത്രം ഫാൻ തിരിച്ചു വെക്കുക കേട്ടോ. അവൾക്ക് ഇത് കണ്ടിട്ട് തിരിച്ചാലുന്നുണ്ട്, പക്ഷെ അവളൊന്നും മിണ്ടാതെ ജനൽ തുറന്ന് കിടക്കും. രണ്ടിൻ്റെയും കൂടി കാറ്റ് നമ്മുടെ ഹീറോ അടിച്ചിട്ട് അവനാണെങ്കിൽ നന്നായിട്ട് തുമ്മലൊക്കെ തുടങ്ങി കേട്ടോ. അവളാണെങ്കിൽ ഇത് കണ്ട് ചിരിക്കുക. അങ്ങനെ അടുത്ത ദിവസം ഹീറോൻ്റെ അച്ഛനാണെങ്കിൽ
സിഗരറ്റ് അങ്ങാണ്ട് വാങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും ആ കടയിലെ അങ്കിളും പറയാണ്, മകൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു സിഗരറ്റ് വിറ്റു, ഇപ്പൊ അച്ഛനാണെങ്കിൽ ആ സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എന്താ, വീട്ടിൽ തന്നെ രണ്ടുപേരും ബിസിനസ് നടത്തുന്നുണ്ടോ എന്നാണെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ ഇവൻ കട്ടെടുത്തിനാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതെന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായിട്ട് അവനാണെങ്കിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടായിരിക്കും ഹീറോയിൻ സ്കൂൾ വിട്ട് കയറി വരുന്നത് കേട്ടോ. ഇവളെ കണ്ടത് അവളുടെ അമ്മയാണെങ്കിൽ, ചെന്നിന് നീയല്ല സിഗരറ്റ് പാക്കറ്റ് കൊടുത്തത്, ഒന്ന് പറമോളെ എന്നാണെങ്കിൽ പറഞ്ഞത്. ഇവളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട് ഓരോന്നൊക്കെ വിറ്റ കാര്യമാണെങ്കിൽ അച്ഛൻ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് അച്ഛനാണെങ്കിൽ നീ മര്യാദയ്ക്ക് നിന്റെ സിസ്റ്ററിനോട് സോറി ചോദിക്കുക എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് മിയോന്റെ അമ്മയാണെങ്കിൽ, സാരമില്ല നമ്മളൊക്കെ ഒരേ ഫാമിലി അല്ലേ എന്നാണെങ്കിൽ പറയുമ്പോൾ ചെന്നിന് നല്ല ദേഷ്യം വന്നിട്ട്, നമ്മളൊരു ഫാമിലി ഒന്നല്ല, എൻ്റെ അമ്മ വേറെയാണ്, അതുപോലെ ഇതൊന്നും എൻ്റെ സിസ്റ്ററും അല്ല എന്നാണെങ്കിൽ പറയും കേട്ടോ. ചെന്നിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാച്ചു ആണെങ്കിൽ എടുത്തിട്ട്, മോക്കിത് ഭയങ്കര പേടിയല്ലേ, അവൻ എന്തായാലും നിന്നോട് സോറി ചോദിക്കില്ല, അതിന് പകരം സ്റ്റാച്ചു ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് ചെന്നി അവിടെ വന്നിട്ട് അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് അവൻ്റെ അമ്മയുടെയും കണ്ടാണ്. ഇവൻ ഇങ്ങനെ പിടിച്ചു വാങ്ങുന്ന കണ്ടത് മിയോന്റെ അമ്മയും പറയുന്നുണ്ട്, വേണ്ട അത് അവനെ തന്നെ കൊടുത്തേരുന്ന്. അങ്ങനെ ഇവരെ പിടിയും വരിയില്ല, സ്റ്റാച്ചു ആണെങ്കിൽ നിലത്ത് വേണ്ടി പൊട്ടിപ്പോവാണ്. ഹീറോക്ക് ഭയങ്കര സങ്കടമായിട്ട് അവൻ കരഞ്ഞോണ്ടിരിക്കോട്ടോ. ഇവനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ലോലിപ്പോപ്പ് ആണെങ്കിൽ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ മാനസിക സ്ഥിതിയിൽ അതൊന്നും എടുക്കാൻ പോകുന്നില്ലല്ലോ, അതാണെങ്കിൽ തട്ടിത്തെറിപ്പിച്ച് കളയും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇവനെ എണീക്കുമ്പോഴത്തേക്കിന് അടുത്ത് നമ്മുടെ മിയ ഉണ്ടാവില്ല. അവൾ രാവിലെ തന്നെ ആ സ്റ്റാച്ചു എടുത്തുകൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പുഴയോരത്ത് വന്നിരിക്കും കേട്ടോ. ഇത് കണ്ടത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ഞാനത് ശരിയാക്കി തരാന്ന് പറഞ്ഞത് അവനാണെങ്കിൽ അതൊന്നും കേൾക്കരുത്, നീ ഒന്ന് ശരിയാക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് അവളെ ആണെങ്കിൽ അങ്ങോട്ട് തള്ളി വിടും. അവളാണെങ്കിൽ പുഴയിൽ കിടന്ന് നീന്താൻ പോലും അറിയാതെ രക്ഷിക്കുന്നു പറഞ്ഞാൽ അവൻ മൈൻഡാക്കാതെ പോവാട്ടോ. പിന്നെ ഇവൾ ആരൊക്കെയോ കൂടി ചേർന്ന് രക്ഷിച്ച് വീട്ടിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ ഒന്ന് രക്ഷിക്കാൻ പോലും നിന്നില്ല അമ്മ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് അവളുടെ അമ്മയാണെങ്കിൽ, സാരില്ല നമുക്ക് ഇത് കുറച്ച് നാളും കൂടി സഹിക്കാം, ഇനി അവൻ നിന്നോട് അങ്ങനെയൊന്നും പെരുമാറില്ല, ഞാൻ നോക്കിക്കൊള്ളാം. അവൻ്റെ അച്ഛനാണെങ്കിൽ എനിക്കൊരു ജോലി ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ജോലി ശമ്പളമൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം പോലും നിൽക്കണ്ട, അതുവരെ ഒന്ന് നീ ക്ഷമിക്കുക, പിന്നെ ഈ നടന്ന കാര്യങ്ങളൊന്നും ചെന്നിൻ്റെ അച്ഛനോട് നീ പറയാൻ നിൽക്കണ്ട എന്നൊക്കെയാണെങ്കിൽ അവളോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ചെന്നി അവളുടെ അടുത്ത് വന്നിട്ട്, ഇത് നോക്കിക്കുക മോളെ, അധികകാലം നീ ഈ വീട്ടിൽ നിൽക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, എത്ര പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് ഓടിക്കും, അതുപോലെ എപ്പോഴും നമ്മൾ എനിമീസ് തന്നെ ആയിരിക്കും, എന്നാൽ പിന്നെ അതും നമുക്ക് നോക്കാടാ, എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വീടും കാണാം നമുക്ക് എന്നാണെങ്കിൽ പറയും കേട്ടോ. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോവാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ കുഞ്ഞിനെ തന്നെ ആ ഗെയിമിംഗ് സെന്ററിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് വീട്ടിൽ നിന്ന് എനിക്ക് പൈസ ഒന്നും തരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതേ സ്ഥലത്ത് നമ്മുടെ ഹീറോയിൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവനിങ്ങനെ പറയാം കേട്ടോ, അതിന് എൻ്റെ അച്ഛന് എനിക്ക് പൈസ തരാൻ എവിടെ നേരം, അവർക്ക് പുതിയൊരു മോളെ കിട്ടിയിട്ടില്ല, അവളെ തലോലിച്ച് നടക്കുന്നത് എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിനോ. ഇത് കേട്ട് മീർക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൻ്റെ കയ്യിലാണെങ്കിൽ പൈസ കൊടുത്തിട്ട്, ഇതാ നിനക്ക് വേണ്ടിയിട്ട് തരാൻ അച്ഛൻ എൻ്റെ കയ്യിൽ തന്നു വിട്ടത്, അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നൊന്നുമില്ല, അതാലോചിച്ച് നീ വിഷമിക്കും വേണ്ട, പിന്നെ അച്ഛൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഇനിയും നീ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ നിന്റെ തിങ്സ് ഒക്കെ പാക്ക് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് അവളങ്ങ് പോവും. അങ്ങനായിട്ട് ചെന്നാണെങ്കിൽ അവൻ്റെ വീട്ടിലോട്ട് വരാണ്. അത് വാതിൽ വഴിയൊന്നുമില്ല കേട്ടോ, ജനലൊക്കെ താണ്ടിയിട്ടാണ് വരുന്നത്. നിനക്കല്ലേടാ അവിടെ വാതിലൊക്കെ തുറന്നു വെച്ചേക്കുന്നത്, അതിൽ വന്നുകൂടി നോക്കുമ്പോഴത്തേക്കിന് ഇതെൻ്റെ വീട് എൻ്റെ റൂമിൽ ഞാൻ എങ്ങനെ വരും എന്നും പറഞ്ഞിട്ട് വന്നത് രണ്ടും ആണെങ്കിൽ അടികൂടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. കുറച്ച് ദിവസം ഞാനിങ്ങനെ മാറി നിന്നത് എൻ്റെ റൂം മൊത്തത്തിൽ നീ അങ്ങ് കൈയടക്കിയോന്ന് ചോദിക്കുമ്പോഴത്തേക്കിന്, നീയല്ല പറഞ്ഞത് എൻ്റെ കൂടെ ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കാൻ പറ്റത്തില്ലെന്ന്, അതുകൊണ്ട് ഇത് എൻ്റെ റൂമായി എന്നും പറഞ്ഞ് അടി കൂടുമ്പോഴത്തേക്കിന് അവളുടെ ബാഗ് ആണെങ്കിൽ അവനെടുത്ത് വെളിയിലോട്ട് എറിയും കേട്ടോ. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്കിന് അവിടെയാണെങ്കിൽ എന്തോ ട്രിപ്പ് കണ്ടു പോകുന്നുണ്ട്. ഒരു കുട്ടിക്ക് 20 യുവാൻ വെച്ച് കൊടുക്കണം. അടുത്ത ദിവസം തന്നെ പോവാണ്. അതും 8th തൊട്ട് 9th വരെയുള്ള പിള്ളേരെ എല്ലാവരും ഒരുമിച്ചായിരിക്കും പോകുന്നത്. 5 പേരുള്ളൊരു ടീമായിട്ട് വേണം നിങ്ങൾ അവിടെ പോകാൻ എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ആ ട്രിപ്പിനും പോവുക. ചെന്നിൻ്റെ 2 ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ഹീറോയിനൊക്കെ ഒരു ടീം അറിയും കേട്ടോ. ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ഓടുമ്പോഴത്തേക്കിന്, മോളെ നീ ഇതെവിടെ പോവാ, നീ എൻ്റെ ടീമല്ല, നിന്നെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ പിടിച്ച് വിടിയാൽ കൊണ്ടുപോകാട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ ഈ ഇലക്ട്രിക് കാറൊക്കെ ഇല്ലേ അത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ചെന്നിൻ്റെ കൂടെ തന്നെ ഹീറോയിലും അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവളെ ഇടിച്ചിടുന്ന് പറയുമ്പോഴത്തേക്കിന് ഇവനൊരുമാതിരി പേടിച്ചിരിക്കും. കാരണം ഇത് കറണ്ട് വെച്ചിട്ട് ഓടുന്ന വണ്ടിയാന്ന് പറഞ്ഞത് അവന് ഭയങ്കര പേടിയാവാണ്. അങ്ങനെ നെർവസ് ആയിട്ട് അവളെ ഒന്നും ചെയ്യാനും പറ്റിയില്ലെന്ന്. അങ്ങനെ ഒരു ദിവസം മിയോ ആണെങ്കിൽ സ്കൂളും വിട്ട് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുക. അവളാണെങ്കിൽ പയ്യെ നോക്കുമ്പോഴത്തേക്കിന് ഹീറോന്റെ അച്ഛനാണെങ്കിൽ അവനെ ടോർച്ചർ ചെയ്യാണ്. അത് ഷോക്കൊക്കെ അടുപ്പിച്ചു കേട്ടോ. ഇത് കേട്ടത് അവളാണെങ്കിൽ ഷോക്കായി പോവുക. അതുകൊണ്ടാണ് ഇവന് കറണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാവുന്നത്. അവനെ ആണെങ്കിൽ എന്തിനെങ്കിലും ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ, നിന്റെ അമ്മയാണെങ്കിൽ നിന്നെ നല്ല രീതിയിൽ വളർത്താതാണെങ്കിൽ പോയി, അതുകൊണ്ട് എനിക്ക് നിന്നെ നല്ല രീതിയിൽ വളർത്തണം, ഇതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോനെ പോലും ഇവൻ്റെ അച്ഛനാണെങ്കിൽ അവനോട് പെരുമാറുക കേട്ടോ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായേ. ഇതിനു മുമ്പ്
മുമ്പ് അവനെ ഇങ്ങനെ പലവട്ടം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് ഓർമ്മ വരിക. ഇവൾ ഒരു ദിവസം വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും ഇവൻ അച്ഛൻ ഇതേപോലെ ഇവൻ എന്തോ ചെയ്യുന്നത് ഇവൾ കണ്ടിട്ടുണ്ടാവും. അത് നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് ഇവളെ ആണെങ്കിൽ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. പിന്നെ ആ ഷോക്ക് അടിപ്പിക്കുന്ന ആ മെഷീനെ അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവൻ ഇത്രമാത്രം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ പയ്യെ അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാണ്. അവന് ഫുഡൊക്കെ ആണെങ്കിൽ വാരി കൊടുക്കുക കേട്ടോ. ഇത് കണ്ടത് അവനാണെങ്കിൽ കാര്യം മനസ്സിലായി. എൻ്റെ അമ്മ മാത്രമേ എന്നോട് ഇത്ര നാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഒരാളുണ്ടെന്ന് തോന്നാൻ കാരണം നീയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിന്നോട് പ്രശ്നത്തിനൊന്നും വരില്ല. പിന്നെ നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർക്കിടയിൽ പ്രശ്നമാണെങ്കിൽ ആ കുഞ്ഞിന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അന്ന് മുതൽ ഇവർ നല്ല ഫ്രണ്ട്സ് ആവട്ടെ. ചെന്നിനാണെങ്കിൽ 2 ഫ്രണ്ട്സ് ഉണ്ടാവും, കെന്നി യാങ്, പിന്നെ നമ്മുടെ ഹീറോയിൻ ഇവരാണെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് മാറും കേട്ടോ. കുഞ്ഞിന് മുതൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഹൈസ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നല്ലൊരു സ്കൂളിൽ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് പാർട്ട് ടൈം ജോബൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വേറെ ഏതോ ഒരു ബോയ് ഫ്രണ്ടിനെ ഒപ്പിച്ചിട്ടിടുന്നു. അങ്ങേരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങുന്നുണ്ട്. ഇത് വീട്ടുകാരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ മിയോന്റെ 16ാമത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവളുടെ അമ്മയാണെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പിലാണെങ്കിൽ വന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടില്ല. അമ്മ ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞോണ്ടാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഏതൊരു കോൾ വരും കേട്ടോ. അതും കൊഞ്ചി കൊഴിഞ്ഞൊക്കെയാണ് സംസാരിക്കുന്നത്. അതാ മെറ്റങ്ങേരാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടത് മോളെ നീ വീട്ടിൽ പോയിക്കും, ഞാൻ പോവുക, ഒരു അർജന്റ് കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാ കേട്ടോ. അവൾക്ക് ഭയങ്കര സങ്കടമാവുക. ബർത്ത്ഡേ ആയിട്ട് ആരുമില്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവളൊരു കേക്ക് മേടിച്ച് നടക്കുമ്പോഴത്തേക്കിനും ഓപ്പോസിറ്റ് നമ്മുടെ ചെന്നി ണ്ടാവും. ഇവനെ കണ്ടിട്ട് 2 പേര് പരസ്പരം മിണ്ടുന്നൊന്നുമില്ല. അപ്പോഴായിരിക്കും നമ്മുടെ അമ്മ ആ ബോയ് ഫ്രണ്ട് എന്ന് തോന്നുന്ന അയാളുമായിട്ട് പോകുന്നതാണെങ്കിൽ ചെന്നം കാണുന്നത്. ഇത് കണ്ടത് അവന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ അവിടെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് അവൻ്റെ 2 ഫ്രണ്ട്സില്ലേ കെന്നെ യാങ്ങും വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ പുതിയ ഒരാളുമായിട്ട് നടക്കുന്ന ഞാൻ കണ്ടായിരുന്നു പറയുമ്പോൾ ഞാനും അത് കണ്ടായിരുന്നു, അതാ ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്നാണെങ്കിൽ പറയും. ഇവന്മാർ ശരിക്കും ഇവനെ ഒരു ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, കപ്പലിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവൻ ഓൾറെഡി നല്ല ദേഷ്യത്തിലായതുകൊണ്ട് താൻ ആ ജോലിക്ക് വരുന്നില്ല എന്ന് പറയും. ഇപ്പം മിയോ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് രാത്രി 12 മണി വരെ അവൾ വെയിറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. കാരണം തൻ്റെ ബർത്ത്ഡേക്ക് വിഷാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തൻ്റെ കൂടെ ഉണ്ടാവുന്നത്, നമ്മുടെ ഹീറോ നമ്മുടെ അമ്മയോ ആരെങ്കിലും. പക്ഷെ 12 മണിയായിട്ട് ആരും വരുന്നില്ല എന്ന് കണ്ടത് അവൾ സ്വന്തം തന്നെ വിഷ് ചെയ്തിട്ട് ക്യാൻഡിലാണെങ്കിൽ ഊതുമ്പോഴത്തേക്കിന് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ വന്ന് നിൽക്കുക. ഇവനെ കണ്ടത് നീ എപ്പോഴും വന്നെന്ന് നിൽക്കും, നീ അവിടെ വിഷ് ചോദിക്കുമ്പോഴേ ഞാനിവിടെ എത്തി എന്നാണെങ്കിൽ പറഞ്ഞിട്ട് അവനെവിടെ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പോകാൻ വേണ്ടി നിന്നവരാണെങ്കിൽ കേക്കിൽ നിന്നാണെങ്കിൽ ഇച്ചിരി കഴിച്ചിട്ട് ഭയങ്കര സ്വീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അവളോടൊരു വിഷ് പോലും ചെയ്യാതെ അങ്ങ് പോവാട്ടോ. അവൾക്ക് ഭയങ്കര സങ്കടമാവുക, എൻ്റെ ബർത്ത്ഡേ ആയിട്ടൊന്ന് വിഷ് പോലും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അതോടെ ഫസ്റ്റത്തെ എപ്പിസോഡ് കഴിയുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡ്രാമ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.